ഹലോ മൈ ഡിയേഴ്സ്, ടിൻ ഫ്ലെയിം ജേണിയിൽ ഏഞ്ചൽ നമ്പറുകൾ കാണുന്നത് സ്വാഭാവികമാണ് അല്ലേ? സ്പിരിച്വൽ പാത്തിൽ എത്തിയാൽ തന്നെ അതിനു മുന്നേയും നമ്മൾ ഈ നമ്പർ കാണാറുണ്ട്. അപ്പോൾ ഈ ജേണിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റേജിലും ഏഞ്ചൽ നമ്പറുകൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ആക്ച്വലി ഈ ഒരു ജേണിയിലെ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ഒരു റോഡ് മാപ്പുകൾ പോലെയാണ്. ഓരോ സ്റ്റേജിലും ഈ നമ്പറുകൾ ഏത് വഴിക്ക് പോകണം, ഇനി ഞാൻ ഇന്നതൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ ഉള്ളൊരു സിഗ്നൽ പോലെ നമുക്കിത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സോ ഏഞ്ചൽ നമ്പറുകളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റ് ഞാൻ ചെറിയ ചില പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഈ ഒരു ചാനലിലേക്ക് എത്തിപ്പെട്ട വഴി, എങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങാനിടയായ ഒരു പ്രേരണ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ബേസിക്കലി ഞാനൊരു സ്കൂളിൽ അധ്യാപികയാണ്. അപ്പോൾ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ടിൻ ഫ്ലെയിം ജേണിയിലേക്കൊക്കെ വന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഫാമിലി ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ ഒറ്റപ്പെടുകയായിരുന്നു. അപ്പോൾ ജോലി വീട് എന്നുള്ള ഇത് മാത്രമായിരുന്നു എനിക്കുള്ളത്. അപ്പോൾ പതിയെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ സെപ്പറേഷൻ പെയിനെ ഓവർകം ചെയ്യാനായിട്ട്. ഇപ്പോൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ട്വിന്നുമായിട്ടുള്ള സെപ്പറേഷൻ മാത്രമല്ല, എൻ്റെ റിലേറ്റീവ്സ്, അച്ഛനമ്മ, മക്കള്, ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവിധ റിലേഷൻഷിപ്പുകളും എന്നിൽ നിന്ന് അകന്നുപോയി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ തികച്ചും ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഹീലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസുകൾ എന്ന് പറയുന്നത് എനിക്ക് ജീവവായു പോലെയാണ്. അപ്പോൾ ഇത് ചെയ്യാതെ നമുക്ക് നിലനിൽപ്പില്ല. അതല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച് ഞാൻ തകർന്നു പോകും. അപ്പോൾ എന്നെ മാറ്റിയെടുക്കാനായിട്ട്, എനിക്ക് ഹാപ്പിനെസ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ഒരുപാട് സെർച്ചുകൾ നടത്തി. ആത്മീയമായിട്ടുള്ള അറിവുകൾ ധാരാളം ആർജിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി, ഈ അറിവുകൾ കൊണ്ട് മാത്രം, ഫാക്ട്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്യണം. അതായത് പ്രാക്ടീസുകൾ, സ്പിരിച്വൽ പ്രാക്ടീസുകളോടി ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റായിട്ടും സൈക്കോളജി പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. കൗൺസിലിംഗ് സൈക്കോളജി ഒക്കെ പോയി പഠിക്കേണ്ടായി. അപ്പോൾ സൈക്കോളജി കൊണ്ട് മാത്രം എന്നെ മാറ്റാൻ കഴിയില്ല എന്ന് ബോധ്യമായ സ്റ്റേജിൽ സ്പിരിച്വലായിട്ടുള്ള കുറേ ടീച്ചിങ്സ് പഠിച്ചു. ഏത് ടീച്ചിങ് ഫോളോ ചെയ്താലാണ് എനിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രാണിക് ഹീലിംഗ്, റേക്കി, ആകാശിക് റെക്കോർഡ്സ് പഠിച്ചു, ഏഞ്ചലിക് ഹീലിംഗ് പഠിച്ചു, പിന്നെ കുറേ യോഗ, മുദ്ര തെറാപ്പി, പ്രാണായാമങ്ങൾ, അങ്ങനെ പലതിലൂടെയും ഞാൻ കടന്നുപോയി. ആക്ച്വലി സാലറി കിട്ടുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ്, നല്ലൊരു ഭാഗവും ഈ ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലവഴിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മന്ത്ലി ഒരു 7,000 to 10,000 വരെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേയ്മെൻറ്റ് ഇട്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായി. അപ്പോൾ ഇത് പഠിക്കുന്നു, ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. ചിലത് എനിക്ക് സൂട്ടബിൾ ആവുന്നുണ്ട്, ചിലത് എനിക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ എത്ര നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലും, എത്ര സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്താലും, എത്ര സൈക്കോളജി ഇങ്ങനെ പഠിച്ചു വന്നാലും, ഇനി എത്ര റേക്കി, പ്രാണിക് ഹീലിംഗ് ഇതൊക്കെ പഠിച്ചാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അത്യാവശ്യമാണ്. നമ്മുടെ ഒരു ബേസിക് ആയിട്ട് കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ മനസ്സിലുള്ള കുറേ വൂണ്ടുകൾ ഉണ്ടാകും, കുറേ മുറിവുകൾ ഉണ്ടാകും. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എൻ്റെ ഒരു കെയറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയാണെങ്കിൽ വീട്ടിൽ ഉണ്ടാവലേ ഇല്ല. അപ്പോൾ ഈ ഒരു വൂണ്ട്, അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പൊന്തി വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര പെയിനിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇന്നർ വർക്കുകൾ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്നത്. കാരണം ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ വിഷമാണ് വരുന്നത്. അപ്പോൾ ഞാൻ നിർത്തിപ്പോവും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏറ്റവും ആദ്യം എൻ്റെ ഈ ഉള്ളിലുള്ള ഇഷ്യൂസിനെയാണ് ഹീൽ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ പഠിച്ച സൈക്കോളജിയിൽ നിന്നും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, മദർ വൂണ്ട്, ഫാദർ വൂണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 3 വർഷത്തോളം ഒരുപാട് കോഴ്സുകൾ പഠിക്കുകയും അത് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരികയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ നല്ല ഒരു വൈബ്രേഷനിൽ എത്തിയെന്നാണ് പറയാം. അത്യാവശ്യം ഹീൽഡായി. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് അത്യാവശ്യം ട്രിഗേഴ്സ് വരുന്നത്. അപ്പം അത് ട്രിഗറാണെന്ന് എനിക്ക് അവെയർ ആവുന്നുണ്ട്, ഞാൻ മനസ്സിലേക്ക് എടുത്തിട്ടില്ല. പക്ഷേ കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്യൂട്ടികൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേക്കും ടയേർഡാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളും കൂടി ചെയ്തേ പറ്റൂ എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആലോചിച്ചു, ഞാൻ ഇത്രയും വർഷം പഠിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൂടാ. അപ്പം അങ്ങനെ ആ ഒരു പർപ്പസിന് വേണ്ടി
കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ച് പോസിറ്റീവ് കർമ്മ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴുള്ള എൻ്റെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആയുധം എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫ്ലുവൻസിൻ്റെ ഫാക്റ്റുകളൊന്നുമല്ല. ഈ ഫാക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കിട്ടും. ധാരാളം ചാനലുകൾ ഇന്ന് കേരളത്തിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ടുണ്ട്, ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. അപ്പോൾ ഫാക്ട്സ് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ഏത് ചാനലിൽ നിന്നും കിട്ടും. മോറോവർ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാനുള്ളത് 2-3 വർഷം കൊണ്ട് ഞാൻ പരീക്ഷിച്ച് കണ്ടെത്തിയ ഇന്നർ വർക്കുകളാണ്. ട്വിൻ ഫ്ലെയിം ജേണിക്ക് എന്ത് ചെയ്യണം, ട്വിൻ ഫ്ലെയിം ജേണിയിലെ സെപ്പറേഷൻ പെയിൻ മറികടക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്കിൽഡ് ഏരിയ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പം അടുത്തായിട്ട് ആരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു, ഇന്നർ വർക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ, അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതല്ലേ എന്നൊക്കെ. അപ്പൊ ഞാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ഒരു 3.5 വർഷം ഒക്കെ എടുത്തുകൊണ്ട് പല കോഴ്സുകളും പഠിച്ചുകൊണ്ടൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താം. എന്നാൽ എൻ്റെ ഒരു മെന്റർഷിപ്പിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഈ 3.5 വർഷം കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഒരു 21 ഡേയ്സ് കൊണ്ട് നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് എന്നുള്ളത് ഓർക്കുക. അതായത് നിങ്ങളുടെ ജേണിയെ എളുപ്പമാക്കാനായിട്ട്, അതല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴുള്ള സമയദൈർഘ്യം കുറയ്ക്കാനായിട്ടാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായി ജേണിയിലുള്ളവർ ഒരു പക്ഷേ നല്ല ക്ലിയർ ആയിട്ടുള്ള റൂട്ടിലായിരിക്കും, അവർക്ക് ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ജേണിയിൽ തുടക്കക്കാരായ ആളുകൾക്ക്, അതല്ലെങ്കിൽ 1-2 വർഷം ഇന്നർ വർക്കുകൾ ചെയ്തിട്ടും നിങ്ങൾക്കൊരു സമാധാനമില്ല, ഇപ്പോഴും സെപ്പറേഷൻ പെയിനിലാണ്, ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ 2 വർഷത്തോളം പല ചാനലുകളും കണ്ട് ഒരുപാട് ഫാക്ട്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാക്ട്സ് അല്ല ഇനി നിങ്ങൾക്ക് വേണ്ടത്, പ്രോപ്പറായിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസുകളാണ്. സൈക്കോളജിക്കലി നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്യൂസിനുള്ള പരിഹാരമാണെന്ന് മനസ്സിലാക്കുക. അപ്പം അതിന് നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അത്ര ഫീൽ ഗുഡ് അല്ല, ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻസി ലോ ആയി പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പം എൻ്റെ സഹായം തേടാവുന്നതാണ്. എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റാറ്റസ് അനുസരിച്ച് ഏത് ഇന്നർ വർക്ക് വേണമെന്ന് സെറ്റ് ചെയ്യാം. ബേസിക്കലി എല്ലാവരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനോട് കൂടിയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണൽ കൗൺസിലിങ്ങിന് വരുന്ന ആളുകളൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും അവരുടെ ഏത് ചക്രയിലാണ് പ്രശ്നം. അപ്പം അതിനനുസരിച്ചുള്ള അഫർമേഷൻസും പ്രാക്ടീസുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്ക് കഴിയും. കാരണം അതായിരുന്നു ഞാൻ 2-3 വർഷത്തോളം പഠിച്ച് റിസർച്ച് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞത്. സോ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഏഞ്ചൽ നമ്പറുകൾ എന്നത് ഉള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇപ്പോൾ 1111 കാണുന്നത് എന്താണെന്ന് നോക്കാം. ദ അവേക്കനിങ് ഓർ വേക്കപ്പ് കോൾ ആണ് 1111. ഈ ജേണിയുടെ ഒരു തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്പറാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ ഒരു ആത്മീയ ഉണർവ് ആരംഭിച്ചു എന്നതിൻ്റെ സൂചനയാണിത്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ഉടൻ കാണുമെന്നോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുമുട്ടിയ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്നോ ഒക്കെ പ്രപഞ്ചം സ്ഥിരീകരിക്കുന്നു. അപ്പം മേ ബി ആ സ്റ്റേജൊക്കെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ആ സ്റ്റേജിൽ നിങ്ങൾ ഇതെന്താ സംഭവം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ സെപ്പറേഷൻ ഫേസിലാണ് ഈ 1111 കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാവാൻ പോകുന്നു, മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു. അപ്പം അതിനാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയൊന്നുള്ളത് 222 32 അല്ലേ, ബാലൻസ് ആൻഡ് ട്രസ്റ്റ് ആണ് ഇത് കാണിക്കുന്നത്. വിശ്വാസത്തെയും സന്തുലിതാവസ്ഥയും ഒക്കെ സൂചിപ്പിക്കുന്ന നമ്പറാണിത്. നിങ്ങൾ കുറച്ചൊക്കെ ഇന്നർ വർക്ക് ചെയ്ത് വരുമ്പോഴാണ് ഈ 222 കാണുന്നതെങ്കിൽ കുറച്ചൊക്കെ ഹീൽഡ് ആയിട്ടുണ്ട്, കുറച്ച് ബെറ്റർ ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി സെപ്പറേഷൻ സ്റ്റേജിലാണ് ഇത് കാണുന്നതെങ്കിൽ ക്ഷമയോടെ ഇരിക്കുക, എല്ലാം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഒരു സന്ദേശമാണിത്. അപ്പോൾ നിങ്ങൾ തനിച്ചാണ് എന്ന് തോന്നുമ്പോൾ പോലും പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഇന്നർ വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേജിൽ ആണ്, തുടക്കത്തിലല്ല. ഇന്നർ വർക്കിൻ്റെ കുറച്ചായി ചെയ്യുന്നു, പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള DMDF ബാലൻസ് ചെയ്യേണ്ട സമയമായി എന്നാണ് ഈ 222 കാണിക്കുന്നത്. നെക്സ്റ്റ് 333 അസെൻഡഡ് മാസ്റ്റേഴ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് 333 എന്നുള്ള നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവികമായിട്ടുള്ള ഒരു സംരക്ഷണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈ ഒരു നമ്പർ കാണുകയാണെങ്കിൽ ഈ ഉന്നതമായിട്ടുള്ള ശക്തികൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും അസെൻഡഡ് മാസ്റ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, ഡോണ്ട് വറി എന്ന് പറയുന്ന ഒരു നമ്പറാണിത്. യൂണിയൻ്റെ ഒക്കെ ഒരു ഘട്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ്, മനസ്സ്, ശരീരം 3 കാര്യങ്ങൾ അല്ലേ, ഇവ ഒരേ ലക്ഷ്യത്തിലേക്ക് അലൈൻമെന്റിലേക്ക് വരുന്നു എന്നതാണ് ഇത് അർത്ഥാക്കുന്നത്. ഇനി 444 ഇതെന്താണെന്ന് നോക്കാം. ഫൗണ്ടേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ആണ് 444 കാണിക്കുന്നത്.
പ്രപഞ്ചം നിങ്ങളുടെ ചുറ്റിനുണ്ടെന്ന ഉറപ്പാണ് ഈ നമ്പർ. ഹീലിംഗ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രക്രിയ ശക്തമായിട്ടുള്ള ഒരു അടിത്തറയിൽ പോകുന്നുണ്ട്. ഡോൺ വറി, ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് ഈ നമ്പർ തരുന്ന സൂചനകൾ. മറ്റൊരു കാര്യം എന്നുള്ള വെച്ചാൽ അലച്ചിലുകളൊക്കെ അവസാനിച്ച് ജീവിതത്തിൽ ഒരു സ്ഥിരത വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടി എടുക്കാം. ഇനി 555 നോക്കാം. മേജർ ചേഞ്ചസ് ഓർ ട്രാൻസ്ഫോർമേഷൻ ആണ് 555 നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് കേട്ടോ. ഷിഫ്റ്റിംഗ് ഘട്ടം എന്ന് പറയും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, എനർജി ഷിഫ്റ്റ് വരാൻ പോകുന്നു. അപ്പൊ ഇത് ചിലപ്പോൾ വളരെ ഒരു പ്രയാസമായിട്ട് തോന്നാം, പക്ഷെ നിങ്ങളുടെ ഗ്രോത്തിന് അത്യാവശ്യമാണിത്. അപ്പൊ റണ്ണർ തിരിച്ചു വരുന്നതിന് മുന്നേ, റണ്ണർ ട്വിൻ ഒക്കെ തിരിച്ചു വരുന്നതിന് മുന്നേ നിങ്ങൾ ഇതിന് കാണും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോഴൊക്കെ മേൽ പറഞ്ഞ പോലത്തെ റണ്ണർ തിരിച്ചു വരുന്ന മാറ്റങ്ങൾ മുന്നേയൊക്കെ ഈ നമ്പർ കാണാറുണ്ട്. ഇനി 666 നോക്കാം. റീഫോക്കസ് ആൻഡ് ഗ്രൗണ്ടിങ് ആണ് 666. അപ്പോൾ ഇതിന് പലരും ഇങ്ങനെ ഒരു തെറ്റായിട്ട് കാണാറുണ്ട്. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇതിന് പ്രത്യേക ഒരു അർത്ഥമുണ്ട്. നിങ്ങൾ അമിതമായിട്ട് ഭൗതിക കാര്യങ്ങളിൽ, മെറ്റീരിയൽസിലൊക്കെ, അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെയോ DMന്റെയോ ഒക്കെ ശാരീരിക സാന്നിധ്യത്തിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണും. ഒരു ഈഗോ ഉണ്ട് എന്നാണ് പറയുന്നത്. തിരിച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക്, 5Dയിലേക്കൊക്കെ തിരിച്ചു വരാനായിട്ട് പ്രപഞ്ചം നൽകുന്ന സൂചനയാണ് ഈ നമ്പർ. ഇനി 777 എന്താ നോക്കാം. 777 എന്ന് പറയുന്നത് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ആണ്. ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള നമ്പറുകളിൽ ഒന്നാണിത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലെസൺസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു, ഒരു സ്പിരിച്വൽ മൈൻഡ് സ്റ്റോൺ നിങ്ങൾ കൈവരിച്ചിരിക്കുന്നു, പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നൊക്കെയാണ് ഈ നമ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 888 എന്ന് പറയുന്നത് സമൃദ്ധിയെയും അനന്തമായിട്ടുള്ള ബന്ധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇൻഫിനിറ്റ് അബൻഡൻസ് എന്ന് പറയും. എല്ലാ രീതിയിലുള്ള അബൻഡൻസിനെയാണ് 888 സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ഇന്നർ വർക്കിന്റെയും ഒക്കെ ഫലം ലഭിക്കാൻ പോകുന്നു. ട്വിൻ ഫ്ലെയിമുകൾ തമ്മിലുള്ള അനന്തമായ ബന്ധം, ഇൻഫിനിറ്റി എന്നൊക്കെ പറയില്ല, അതാണ് ഇത് കാണിക്കുന്നത്. ഇനി 999 നോക്കാം. കംപ്ലീഷൻ ഓർ എൻഡ് ഓഫ് എ സൈക്കിൾ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു അധ്യായം അവസാനിക്കുന്നു. അപ്പൊ മാറ്റത്തിന്റെ ഘട്ടം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ പഴയ പാറ്റേണുകൾ, അതും കർമ്മങ്ങളൊക്കെ അവസാനിച്ചു. അപ്പൊ ഇനി പുതിയൊരു തുടക്കത്തിന്, ന്യൂ ബിഗിനിങ്ങിന് സമയമായി. പലപ്പോഴും സെപ്പറേഷൻ സ്റ്റേജ് അവസാനിക്കുമ്പോഴാണ് ഇത് കാണാറുള്ളത്. ഇനി 000 എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്സ് അല്ലെങ്കിൽ ഗോഡ് ഫോഴ്സ് എന്നൊക്കെ പറയാം. അപ്പൊ ശൂന്യതയിൽ നിന്നുള്ള പുതിയൊരു തുടക്കമാണ് ഈ ഒരു സ്റ്റേജ്. സറണ്ടർ സ്റ്റേജ് ആണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രപഞ്ചവുമായിട്ട് പൂർണ്ണമായിട്ട് ലയിച്ചിരിക്കുന്നു. പുതിയൊരു ഊർജം, ഒരു സൈക്കിള് ആരംഭിക്കുകയാണ്. എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു സമയമാണിത് എന്നൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ഘട്ടത്തില് 1111, 777, 888 എന്നീ നമ്പറുകളൊക്കെ കാണുന്നുണ്ടോ നോക്കുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു ദൗത്യം ശരിയായ ദിശയിലായതിന്റെ വലിയ സയൻസ് ആണ് പ്രപഞ്ചം തരുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് നമ്പറാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യൂ. അപ്പോൾ ഇതെന്താ മാം ചോദിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് വേണം കമന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, അത് മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൂടി നോക്കുക. ഓക്കെ, താങ്ക് യു.